ഇനി മറ്റു വാർത്തകൾ നോക്കുമ്പോൾ ഡിജിറ്റൽ യുഗത്തിലും പഴമയുടെ തനിമ തോരാതെ പ്രവർത്തിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് സെന്ററിന്റെ ഒരു കഥയാണ് ഇനി ന്യൂസ് മോർണിംഗിൽ പറയാൻ പോകുന്നത്. സഹോദരന്മാരായ നാരായണ ആനന്ദും ഗോപാൽ രാജും ചേർന്ന് നടത്തുന്ന ഈ സെന്ററിന് 7 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. മുടങ്ങാതെ കേൾക്കുന്ന ഈ ടെക് ടെക് ശബ്ദത്തിന് വെള്ളക്കടലാസിൽ പുരണ്ട അക്ഷരങ്ങൾ പോലെ മായാതെ കിടക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു കാലത്ത് സേവനം തേടി വരുന്നവരുടെ നീണ്ട നിര കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന ഈ മരക്കോണിക്ക് ഇന്നിപ്പോൾ അധികം പണിയെടുക്കേണ്ടി വരാറില്ല. എങ്കിലും അപേക്ഷകൾ, കരാറുകൾ തുടങ്ങി എന്താവശ്യത്തിനും ഇന്നും ഈ പഴയ കെട്ടിടത്തിലെത്തുന്നവരുണ്ട്. ഇവിടെ എല്ലാവിധ എഗ്രിമെൻറ്റും ശരിയാക്കി കൊടുക്കുക, ഇംഗ്ലീഷിലും മലയാളത്തിലും. പിന്നെ ഓരോ മാറ്റർ ഇംഗ്ലീഷിലുള്ള മലയാളം ഇംഗ്ലീഷിലും ആക്കി കൊടുക്കും. അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ എഗ്രിമെൻറ്റും ശരിയാക്കി കൊടുക്കുക. ഒരു കാലത്ത് നമുക്ക് അക്ഷയ ഇല്ലായിരുന്നു, നമ്മളെ ഓൺലൈൻ സേവനം ഇല്ല, കമ്പ്യൂട്ടർ ജനിച്ചിട്ടില്ല. ആ കാലത്തുള്ളൊരു സ്ഥാപനമാണ് ഞങ്ങൾ. കമ്പ്യൂട്ടറുകളുടെ വരവോടെ ഇത്തരം പണികളൊക്കെ ഡിജിറ്റലായി മാറിയെങ്കിലും നാരായണേട്ടനും ഗോപാലേട്ടനും ഇതങ്ങനെ പെട്ടെന്നൊന്നും കൈയൊഴിയാൻ പറ്റുന്ന കേസല്ല. ഇവിടെ നിന്ന് അച്ചടിച്ചു വരുന്ന ഓരോ അക്ഷരത്തിലും അച്ഛൻ ചെറുകാട്ട് ശേഖരന്റെ മായാത്ത ഓർമ്മകളുണ്ട്. ഇവിടുന്ന് ദ്വീപെന്ന് കണ്ടമാനം സ്ത്രീകൾ, കുറച്ച് പ്രായമുള്ളവരാണ് വന്ന് താമസിച്ചിട്ട് ഇവിടുന്ന് പാസ്പോർട്ട് പിന്നെ അപേക്ഷകളൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അതിൽ ആ കാലത്ത് ഇവിടെ ഭയങ്കര തിരക്കേരി. പല ഭാഗത്തുനിന്നും അന്ന് മദ്രാസിലാണ് പാസ്പോർട്ട് ഓഫീസുള്ളത്. ഗോപാലേട്ടനും നാരായണേട്ടനും ഓഫീസ് അടിച്ച് തിരിച്ചു പോകുന്നതുവരെ അവർക്കൊരു കാവലായി ഇവനിങ്ങനെ നീണ്ടുകിടക്കും. ഗൃഹാതുരത്വ ഓർമ്മകൾക്ക് തണൽ വിരിക്കുന്ന ഈ മരത്തടികൾക്കും ക്യാമറമാൻ മനീഷ് പെരുമണ്ണക്കുമൊപ്പം NK ഷാദിയ, മീഡിയ 1 കോഴിക്കോട്.